ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു ആബിൻസ് ഒപ്പീനിയൻ. നമ്മൾ ഇങ്ങനെ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. എന്തുവാടെ പറയാൻ, ഒരു സിനിമ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ഇറങ്ങിയിട്ട് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ബിസിയും ആയിപ്പോയി, അതുകൊണ്ടാണ് ഇടാത്തിരുന്നത്. എന്തായാലും ഞാൻ ഇന്ന് പോയി തഗ് ലൈഫ് പോയി കണ്ടു. ആൻഡ് ഈ സിനിമയെ പറ്റി തുടക്കമേ ഞാൻ പറയാനാണെങ്കിൽ ഒരു ബിലോ ആവറേജ് പടം. അതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് അതിനുള്ള റീസൺസ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഡയറക്റ്റഡ് ബൈ മണിരത്നമാണ്. റൈറ്റിങ്ങും പുള്ളിയും കമൽഹാസനും കൂടിയാണ് റൈറ്റ് ചെയ്തിരിക്കുന്ന സിനിമ. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കമൽഹാസൻ തന്നെയാണ്. പിന്നെ മ്യൂസിക് AR റഹ്മാൻ. എന്താ പറയുക, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ DOP രവി കെ ചന്ദ്രനാണ്. പിന്നെ അത് അത്യാവശ്യം നല്ല രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റർ ശ്രീകർ പ്രസാദ്. അത് മണിരത്നത്തിൻ്റെ ഒരു സ്ഥിരം കൊളാബറേഷൻ ആയതുകൊണ്ട് അതിനകത്തും പുള്ളി ചേഞ്ച് വരുത്തിയിട്ടില്ല. പിന്നെ പിന്നെ ആരായിരുന്നു, പിന്നെ സ്റ്റണ്ട് അൻപരിവ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കമൽഹാസനുണ്ട് മെയിൻ ആസ് ഓൾവേസ്. പിന്നെ സിലംബാസുരം കിട്ടില്ല ചെയ്തിട്ടുണ്ട്. STR നല്ല രസമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഐശ്വര്യലക്ഷ്മി, തൃഷ, അഭിരാമി, ജോജു ചേട്ടനുണ്ട്. പിന്നെ നാസർ, പിന്നെ ആരായിരുന്നു, അലി ഫസലുണ്ട്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ സാനിയ മൽഹോത്ര. ഞാൻ സത്യം പറഞ്ഞത് ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് പുള്ളിക്കാരി ആയിരിക്കും സിലംബാസുരത്തിൻ്റെ ഒരു സിംബുവിൻ്റെ ഒരു പെയറായിട്ട് വരികയാണ്. പക്ഷേ ഞാൻ പടം കണ്ടപ്പോൾ ഓർത്ത് പുള്ളിക്കാരി ആ ഒരു പാട്ടിന് മാത്രമേ ഉള്ളൂ, ഇറങ്ങും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കുറേ പേരുണ്ട് സിനിമയ്ക്കകത്ത് അഭിനയിച്ചതായിട്ട്. അശോക് സെൽവനുണ്ട്, കുറേ പേരുണ്ട് സിനിമയ്ക്കകത്ത്. ആൻഡ് ഓൾ ടുഗെദർ പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് കിഡിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഞാൻ പറയുകയാണെങ്കിൽ നല്ല രസമായി എഴുതി വെച്ചിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ്, നല്ലൊരു പേസിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗൂസ് ബം മൂമെന്റ്സും ഒക്കെയുള്ള, എസ്പെഷ്യലി മറ്റേ തുടക്കത്തിലൊക്കെ മറ്റേ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റേ ആ ക്ലീൻ ഷേവ് ലുക്ക്, പുള്ളിയുടെ പഴയ നായകൻ ആ ഒരു ടൈപ്പ് വിഷ്വലും ആ ഒരു ടൈപ്പ് കമൽഹാസൻ്റെ ലുക്ക് കൊണ്ടുവരുന്ന സീൻസ് നല്ല രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ കുറച്ച് നല്ല നല്ല മൂമെന്റ്സ് ഒക്കെ തന്ന് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒട്ടും അങ്ങോട്ടേക്ക് ഒരുപാടെടുത്ത് ഭയങ്കര ലോജിക്കില്ലായ്മ കുറേ എടുത്തുണ്ട് സെക്കൻഡ് ഹാഫിൽ. പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ഇപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ കണ്ടിരിക്കാമെന്ന് തോന്നുന്ന രീതിയിലുണ്ടെങ്കിൽ ഞാൻ അതുപോലും പറയത്തില്ല. പക്ഷേ ഇത് ഒട്ടും തന്നെ നമ്മളെങ്ങോട്ട് എൻഗേജ് ചെയ്യുന്നത്. ബിക്കോസ് ലൈക്ക് ഇത് ഭയങ്കര പ്രഡിക്റ്റബിളാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നതാണ്, അവർ ഒരുപാട് ഡീറ്റെയിൽ ആയി ഒരുപാട് നമുക്കങ്ങ് കാണിച്ചു തന്നു ട്രെയിലറിൽ തന്നെ. നമുക്ക് എന്താണ് കഥ, എന്താണ് ഈ നടക്കാൻ പോകുന്നതെന്ന് തന്നെ നമ്മളെ കാണിച്ചു തന്നു സിനിമയ്ക്ക് ട്രെയിലറിനകത്ത്. വിച്ച് വാസ് എ മേജർ ഡ്രോബാക്ക് ഫ്രം ദ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ബിക്കോസ് അവരങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അവർക്ക് വേറെ എന്തെങ്കിലും കാണിച്ച്, അല്ലെങ്കിൽ ആ ടീസർ തന്നെ മതിയായിരുന്നു. ആ ഒരു ടീസർ തന്നെ മതിയായിരുന്നു. പിന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ പോകുന്നത് പടം നല്ല രീതിയിൽ കയറിപ്പോവും. ഇങ്ങനത്തെ ആ ട്രെയിലർ അങ്ങനെ കാണിക്കാനാണെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ആ ട്രെയിലർ കണ്ടു, പിന്നെ സിനിമ കാണാൻ പോയി, സെയിം കഥ, ടിപ്പിക്കൽ ഗാങ്സ്റ്റർ പാസം പരിപാടി. അത് തന്നെയാണ് വിഷയം. ഐ തോട്ട് നായകൻ ആ ഒരു ടൈപ്പ് സിനിമ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നായകൻ്റെ 7 ഇലക്കത്ത് വെക്കാൻ പറ്റില്ല കാര്യമാണെങ്കിൽ. പിന്നെ ഇന്ത്യൻ ടൂവിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മെച്ചം വന്നിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഒരു തരത്തിൽ നമ്മളെ അങ്ങോട്ടേക്ക് എൻഗേജ് ചെയ്യുന്നില്ല. ഈ ചിന്ന വീട് സെറ്റപ്പും അവിഹിതം. ആക്ച്വലി ഐ ഡോണ്ട് നോ വൈ അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഈ സിനിമയ്ക്ക് അത് കൊണ്ടുവന്നത്. ബിക്കോസ് ഒരു ഗാങ്സ്റ്റർ പടമാണ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വേണം എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ മണിരത്നം ഈ സിനിമ ചെക്ക ചിവന്ത വാനം എന്ന് പറയുന്ന മണിരത്നത്തിൻ്റെ ഒരു പടമുണ്ട്. കാണേണ്ട ഒരു സിനിമയാണ്. ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. അതിനകത്ത് ഇതുപോലത്തെ സിമിലർ ടൈപ്പ് ഒരു കഥ തന്നെ. സത്യം പറഞ്ഞാൽ ആ ഒരു പടവും പിന്നെ കുറച്ച് പാസും കൂട്ടിയിട്ടു, അങ്ങനത്തെ സാധനം കൂടി മിക്സപ്പ് ആക്കി തന്നൊരു സിനിമയാണിത്. ഉള്ള കാര്യം സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ ടൂവിൻ്റെ ഒരു മണം അടിച്ചു അറ്റ് ടൈംസ്. ബിക്കോസ് മറ്റേ ഇന്ത്യൻ ടൂവിനകത്ത് ഓർമ്മയുണ്ടല്ലോ,
മറ്റേ ഇല്ലോജിക്കലായിട്ടുള്ള ഫൈറ്റ്. അപ്പൂപ്പൻ വന്നിട്ട് മറ്റേ കളരിയും മറ്റേ കുങ്ഫു ഒക്കെ വെച്ചിട്ട് അടിക്കുന്ന പരിപാടി. സെക്കൻഡ് ഹാഫിൽ, ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ അതുപോലെ തന്നെയാണ് സ്റ്റണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുങ്ഫുവും പരിപാടിയൊക്കെ ഓക്കെ, ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. പക്ഷേ അതിനൊരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അതായത് അത്ര വീക്കായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ അങ്ങനെ പവർഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. അതൊരു ബേസിക് ഹ്യൂമനാണ്, നമ്മൾ ചോദിച്ചു പോകും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. നമ്മളെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നില്ല ഇമോഷണലി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് തുടക്കം പറഞ്ഞ ടെക്നിക്കൽ ടീം നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അത് മണിരത്നത്തിൻ്റെ ഒരു പരിപാടിയാണ്. ടെക്നിക്കൽ ടീം നല്ല രീതിയിൽ ചെയ്തു വെക്കും. അത് DOPയും എഡിറ്ററും എല്ലാം പുള്ളിയുടെ സ്ഥിരം ആൾക്കാരായതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വരത്തില്ല. രവി കചന്ദ്രൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റണ്ട് പരിപാടി ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫിൽ ആ ഒരു കുങ്ഫു പരിപാടി അതൊക്കെ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ, ആ ഒരു രീതിയിൽ നമുക്കൊരു ഇടിക്കുക, ആ ഒരു ഇടിക്കണം അവനെ, ഇടിക്കുക അവന്, ആ ഒരു സംഭവം വരുന്നില്ല. ആ ഒരു ഫാക്ടർ ഇല്ല. ആ ഒരു എക്സൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫൈറ്റ് ഒന്നുമില്ല ഈ സിനിമയ്ക്ക്. അത് ജസ്റ്റ് ഒരു പ്ലെയിൻ, ഒരു ഭയങ്കര റോ ആയിട്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. 2.25 മണിക്കൂർ കണ്ടു തീർക്കാന്നുള്ളതാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് എനിക്ക് തഗ് ലൈഫിനെ പറ്റി തോന്നിയത്. ഞാൻ കൂടുതലായിട്ട് ഡെപ്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് കാണേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു അങ്ങോട്ടേക്ക് 100% അങ്ങ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് തഗ് ലൈഫിനെ പറ്റി തോന്നിയത്. സത്യം പറഞ്ഞാൽ ചെക്ക ചെയ്യുന്ന വാനം കമലഹാസനെ വെച്ച് ചെയ്തു. അതാണ് സംഭവം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു അഗെയിൻ ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. AR റഹ്മാൻ്റെ പാട്ടുകളും സ്കോറുകളാണേലും ഒട്ടും നമ്മളെ അങ്ങോട്ടേക്ക്, പുള്ളിയുടെ സാധാരണ ഒരു ഇങ്ങനത്തെ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. ഇതൊരു നമുക്ക് ഓക്കെ. പാട്ടുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു, സത്യം പറഞ്ഞൊരു എന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു ആൽബമായിരുന്നു. എനിക്ക് ആ കൂടെ എനിക്ക് ഇഷ്ടമുള്ളത് ശ്രുതി ഹാസൻ്റെ പാട്ട്, പിന്നെ മുത്തുമഴ എന്ന് പറഞ്ഞ പാട്ടുണ്ടായിരുന്നു, ചിന്മയുടെ വോയിസിൽ പാടിയൊരു പാട്ട്. കിട്ടില്ല പാട്ടാണ്, പക്ഷെ ആ പാട്ട് ഈ സിനിമയ്ക്കകത്തില്ല. ആ ഷുഗർ ബേബി പാട്ട്, വൺ ഓഫ് ദ വേർസ്റ്റ് സോങ്സ് ഇൻ AR റഹ്മാൻസ് ആൽബം. ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത പാട്ടത്. എന്തിനാണ് ആ പാട്ടെന്ന് ഞാൻ അപ്പോഴും ചിന്തിച്ചു. അപ്പം എനിക്ക് അങ്ങനെയാണ് ഈ സിനിമയെ പറ്റി തോന്നിയത്. ആൻഡ് ഒരു ബിലോ ആവറേജ് പടം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമൻ്റ് അറിയിക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇനിയിപ്പോൾ എനിക്ക് ബാലറീനെ ഒന്ന് കാണണമെന്നുണ്ട്. ഐ എം ആക്ച്വലി ഹൈപ്പ് ഫോർ ദ മൂവി. നല്ല റെസ്പോൺസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് കാണണം. So yeah, until the next video, bye guys.